ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താനല്ല ഒരു മനുഷ്യനാണോ? തന്റെ ഹൃദയം എന്താ കരിങ്കല്ലുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പി മോള് പനി കൂടിയിട്ട് അവിടെ കിടന്ന് വിറയ്ക്കുവാ. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് എത്ര നേരമായിട്ട് ഞാൻ തന്നെ കിടന്ന് വിളിക്കുക. ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആളെ കൊടുക്കലല്ല. അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന പദവിക്ക് ഒരുപാട് മാന്യതയുണ്ട്. നിങ്ങളായിട്ടത് കളയരുത്. ഇനി സുസ്മിത, എത്രയും പെട്ടെന്ന്. നീതി കിട്ടേണ്ടത് സാധാരണക്കാരുടെ അവകാശമാണ്. അത് കിട്ടുന്നില്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കേണ്ട കടമ നമുക്കുണ്ട്. അതിൽ തടസ്സം നിൽക്കുന്നവരെ അറുത്തു മാറ്റാനുള്ള അധികാരവും നമുക്കുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കണം. എന്നാലേ ഈ നാട് നന്നാവൂ. എങ്ങനെ സത്യാമേ, കാര്യങ്ങളെല്ലാം ഭംഗിയായില്ലേ? ഓവ്, ഞാൻ കരുതിയത് ചോറ് ബാക്കി വരുമെന്ന്. കഷ്ടിനി ഒരു 3-4 പേർക്കുള്ള ചോറേ ബാക്കിയുണ്ടാവും. മതി, തികഞ്ഞല്ലോ. ആള് നമ്മൾ പറഞ്ഞ കണക്കിനേക്കാളും കൂടുതൽ വന്നു. പക്ഷേ ഞങ്ങളത് കണക്കാക്കിയ കാര്യങ്ങൾ നീക്കിയത്. അത് എക്സ്പീരിയൻസ്. മുൻകൂട്ടി കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നവർക്ക് എന്നും വിജയമുണ്ടാവും. ആയിരുന്നു ഭക്ഷണം കഴിക്കുന്ന ആരാണെന്നറിയോ? സാബു വർഗീസ് സാറാ. എന്തൊക്കെയോ ഫുഡ് ഐറ്റംസ് മാർക്കറ്റ് ചെയ്യുന്ന കമ്പനിയുള്ള ആളാ സാബു. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാ. മോളെ, അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ വേണമെന്നൊക്കെ ഒന്ന് ചോദിച്ചേക്കണേ. എന്തായാലും എല്ലാം ഭംഗിയായിട്ടൊക്കെ നടന്നല്ലോ. ഒരു മിനിറ്റ്. സർ, കുറച്ച് പായസം കൂടി എടുക്കട്ടെ? അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ 2 പ്രാവശ്യമായി. കുട്ടി ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയവരുടെ കൂടെ ഉള്ളതാണോ? അതെ. എങ്കിൽ എനിക്ക് അവരെ ഒന്ന് കാണണം. അവരാണ് സർ, സത്യാമ്മ. ഞാൻ വരാം. പോട്ടെ. വേറൊരു ഓർഡർ കൂടി വരുന്നുണ്ടെന്നാ തോന്നുന്നത്. സത്യമ്മ ഒന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോ ഓർഡർ തരാനായിരിക്കും അല്ലേ? നമ്മൾ കാറ്ററിംഗ് പരിപാടി മാത്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുമെന്നാ തോന്നുന്നത്. ദേ, അവര് വരുന്നുണ്ട്. സത്യാമേ, ഇതാ ഞാൻ പറഞ്ഞ സാബു വർഗീസ് സാർ. നമസ്കാരം. വലിയ കമ്പനിയുടെ ചെയർമാനൊക്കെയാ. ഫുഡ് പ്രോഡക്റ്റുകളാണ് ഉണ്ടാക്കുന്നതെല്ലാം. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഭക്ഷണമെല്ലാം വളരെ ടേസ്റ്റി ആയിരുന്നു. ചേരുവകളെല്ലാം ഉണ്ടല്ലോ, കൃത്യമായിട്ടുണ്ടായിരുന്നു. അതെന്റെ മാത്രം കഴിവല്ല. എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. ശരി, എന്നാൽ നിങ്ങളുടെ ഈ ടീമിനെ ഞാനൊരു മത്സരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു ഫുഡ് കോമ്പറ്റീഷൻ. പ്രൈസ് ഉണ്ടോ? പിന്നില്ലേ, മത്സര വിജയിക്ക് കമ്പനി കൊടുക്കുന്നതേ 10 ലക്ഷമാണ്. 10 ലക്ഷം രൂപ. സത്യമേ, നമുക്ക് പങ്കെടുക്കാം. ഞാൻ പുതിയതായിട്ട് ഇറക്കുന്ന കറിമസാല കൂട്ടാണ് പരിശുദ്ധം. അതിന്റെ ലോഞ്ചിങ് സമയത്താണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. നിങ്ങളുടെ ഈ ടീം പങ്കെടുക്കണം. വിജയിച്ചാൽ 10 ലക്ഷം രൂപയാ. ഇതാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സത്യമേ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ശരി. എങ്ങനെ സത്യമേ, നമ്മൾ മത്സരിക്കല്ലേ? നമുക്ക് പങ്കെടുക്കാൻ സത്യമേ. ഞാനില്ലേ കൂടെ? പങ്കെടുത്താൽ മാത്രം പോരാ, നമുക്ക് തന്നെ ജയിക്കുകയും വേണം. മത്സരത്തിനൊന്നും ഞാനില്ല മോളെ. അതൊന്നും ശരിയാവില്ല. സത്യമേ, എന്നെ കൊണ്ട് അതൊന്നും നടക്കില്ലെന്നേ.
രോഹിത് ഒന്ന് വാതിൽ തുറന്നേ. രോഹിത് ഒന്ന് വാതിൽ തുറന്നേ. രോഹിത് 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 എന്ത് ക്രൂരതയായി കാണിക്കുന്നേ? ഒന്ന് വാതിൽ തുറക്ക്. രോഹിത് 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 ഒന്ന് വാതിൽ തുറക്ക്. രോഹിത് രോഹിത് നമ്മുടെ മോൾക്ക് തീരെ വയ്യ. അവള് പനിച്ചു പറിച്ച് കിടക്കുക. രോഹിത് ഒന്ന് വാതിൽ തുറന്നേ. രോഹിത് രോഹിത് വാതിൽ തുറക്കാനല്ലേ പറഞ്ഞത്? അവള് വാതില് തല്ലി തകർക്കോ? കിടന്ന് തട്ടട്ടെ എന്ന് വലിയ കൊമ്പത്തെ കുഞ്ഞേച്ചി വന്ന് അവളെ രക്ഷിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. രോഹിത് ഒന്ന് വാതിൽ തുറക്ക്. രോഹിത്തെ മോൾക്ക് പനി കൂടിയിട്ട് കിടന്ന് വിറയ്ക്കുവാ. രോഹിത്തെ രോഹിത്തെ ഇപ്പൊ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാനും മോളും ഇവിടെ കിടന്ന് ചാവും. രോഹിത്തെ പറഞ്ഞില്ലാന്ന് വേണ്ട. രോഹിത്തെ തുറന്നു നോക്ക്, പറയുന്നതിൽ കാര്യമുണ്ടെങ്കിലോ. ചുമ്മാ വായിട്ടലയ്ക്കുന്നതാണെന്നേ. ചാകാനാണെങ്കിൽ ഇത് മുമ്പേ അവള് ചെയ്തല്ലേ. രോഹിത്തെ രോഹിത്തെ വാതിൽ തുറക്ക. ചെല്ല് രോഹിത്തെ. താനല്ല ഒരു മനുഷ്യനാണോ? തന്റെ ഹൃദയം എന്താ കരിങ്കല്ലുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പി മോള് പനി കൂടിയിട്ട് അവിടെ കിടന്ന് വിറയ്ക്കുവാ. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് എത്ര നേരമായിട്ട് ഞാൻ തന്നെ കിടന്ന് വിളിക്കുക. അതെങ്ങനെയാ? തനിക്ക് ഇവളുമായിട്ട് സൊള്ളി നിൽക്കാൻ പോലും സമയം തികയുന്നില്ലല്ലോ. പിന്നെങ്ങനെയാ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള സമയം കിട്ടുന്നത്? ഇവളിങ്ങനെ നിൽക്കുവാണല്ലോ എല്ലാം മുടക്കാനായിട്ട്. എടേ ഇനി നീ ശബ്ദിച്ച നിന്റെ കുരവളിയാ വലിച്ച് പുറത്തു വിടും. എടോടി. രോഹിത്തെ, ശ്ശെ, രോഹിത്തെ വിടാൻ. വിട് രോഹിത്തെ. മാറാൻ. വിട് രോഹിത്തെ. അല്ലെങ്കിലും ഇവിടെ പറയുമ്പോ നിങ്ങക്ക് പൊള്ളുമല്ലോ. അല്ലെങ്കിലും എന്നെക്കാളും സ്ഥാനം നൽകി ഇവിടെ കൂടെ കൂട്ടിയിരിക്കുന്ന എന്തിനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ നാവിനെ എഴുതെടുക്കോടി. രോഹിത്തെ, വേണ്ട. വിട് രോഹിത്തെ. സുസ്മിതേ ഇവിടെ ഞാനിന്ന് കൊല്ലും. എന്റെ നേരെ എങ്ങനെ കൈ ചൂണ്ടിയാ കൊന്ന് തള്ളും ഞാൻ. ഒരു കുഞ്ഞു പോലും അറിയില്ല. എങ്കിലതൊന്ന് കാണണമല്ലോ.